എടി, അംബാനിയുടെ മകന്റെ കല്യാണം കണ്ടായിരുന്നോ? ടി വിയിൽ കണ്ടായിരുന്നു. കോടിക്കണക്കിന് പൈസ മുടക്കിയിട്ടാണ് കല്യാണം നടത്തിയത്. ഡ്രസ്സിന് തന്നെ 5000 കോടിയെന്നോ വാച്ചിന് 87 കോടിയെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്താ അല്ലേ? എന്തൊരു ദൂർത്തടിയല്ലേ! ഇത്രയും പൈസ ഉണ്ടായിട്ട് ഇത്രയും കോടികൾ മുടക്കി തുണി മേടിക്കുന്നു, അവിടെ ചെലവാക്കുന്നു, ഇവിടെ ചെലവാക്കുന്നു, വാച്ച് മേടിക്കുന്നു, ഡ്രസ്സ് മേടിക്കുന്നു. എന്തോരം പൈസ എങ്ങനെ ദൂർത്തടിച്ച് കളയുന്നു അല്ലേ! അവർക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലേ ആ പൈസക്ക്. അവരുടെ കൊച്ചിന്റെ കല്യാണം ഒരു ചുരുങ്ങിയ ചെലവിൽ നടത്തിയിട്ട് ആ പൈസക്ക് 10 പേർക്ക് വീട് വെച്ച് കൊടുക്കുവോ, അല്ലെങ്കിൽ ഒരു 3-4 ആശുപത്രി കെട്ടിക്കൊടുക്കുവോ, ആ മൊബൈലിലെ ചേരികളൊക്കെ ഒന്ന് നന്നാക്കുവോ ഒക്കെ ഒന്ന് ചെയ്തുകൂടെ അയാൾക്ക്? അയാൾ ഇങ്ങനെയൊക്കെ പൈസ എന്തിനാണ് ഇങ്ങനെ ചെലവാക്കുന്നത്? അല്ല, ചേച്ചിയുടെ ഭർത്താവിന് മാസം എത്ര രൂപ ശമ്പളം കിട്ടും? 20,000 രൂപ. ആഹാ, എന്നിട്ട് ചേച്ചിയുടെ മൂത്ത മോളെ കല്യാണം കഴിക്കാൻ എത്ര രൂപ കൊടുത്തു, എത്ര രൂപ ചെലവാക്കി? കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയോളം ആയിട്ടുണ്ട്. സ്വർണത്തിന് ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ 19 പവൻ മേടിക്കുമ്പോഴത്തേനും കുറേ രൂപയാവും. പിന്നെ കല്യാണത്തിന്റെ ചെലവ് അങ്ങനെയുള്ളതെല്ലാം ആയി. അപ്പം കുറച്ചൊക്കെ കടം മേടിച്ചു, കുറച്ചൊക്കെ പിന്നെ ബാങ്കിലുണ്ടായിരുന്നു. കടമൊക്കെ ഉണ്ട്, ഇനി വീട്ടണം. എന്താടി? അപ്പൊ 1000, 10,000 ലക്ഷങ്ങളും കോടികളും വരുന്ന സ്വത്തുള്ള അംബാനി അതിൽ നിന്ന് 1% മാത്രം എടുത്ത് അവരുടെ മകന്റെ കല്യാണം നടത്തിയതിന് അവര് ധൂർത്തടി, ആർഭാടം. മാസം 20,000 രൂപ മേടിക്കുന്ന ചേച്ചിയുടെ ഭർത്താവ് കടവും വിലയും മേടിച്ച് 1 കോടി രൂപ ചെലവാക്കി മകളുടെ കല്യാണം നടത്തിയത് നല്ല കാര്യം അല്ലേ? അപ്പൊ അത് ധൂർത്തടി അല്ല. കൊള്ളാം. അല്ല, അത് അങ്ങനെയല്ല.